أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وأحسن السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വിശ്വാസിനികളെ, ലോകരക്ഷിതാവായ പ്രപഞ്ചനാഥനായ അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ സമയത്തിലും സന്ദർഭത്തിലും സൂക്ഷിച്ചും പാലിച്ചും ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അവൻ്റെ സത്യവിശ്വാസികളിൽ, സ്വർഗം നേടുന്ന മഹാഭാഗ്യവാന്മാരിൽ, സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിലെ ഒരു ഭാഗം നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളതാണ്. അദ്ദേഹം ഒരു ദീർഘമായ യാത്ര കഴിഞ്ഞു വന്ന് വീട്ടിലിരുന്ന് കരയുകയാണ്. സാധാരണഗതിയിൽ മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന യാത്ര കഴിഞ്ഞെത്തുമ്പോൾ വീട്ടിലെ കുടുംബത്തോടൊപ്പം സന്തോഷങ്ങൾ പങ്കുവെക്കേണ്ട സമയമാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കരച്ചിൽ കണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ കരഞ്ഞു. എന്നിട്ട് ചോദിച്ചു, മാലക്, നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? നിങ്ങളുടെ കരച്ചിൽ കണ്ട് ഞാൻ കരഞ്ഞുപോയി. അദ്ദേഹം പറഞ്ഞു, ഇന്നി ഖദ് അലിംതു അന്നി വാരിദുന്നാർ, എനിക്കറിയാം ഞാൻ നരകത്തിന്റെ അടുത്തെത്തുമെന്ന്. സൂറത്തു മറിയമിലെ വഇം മിൻകും ഇല്ലാ വാരിദുഹാ, എല്ലാവരും നരകത്തിന്റെ അരികിലൂടെ കടന്നു പോകും. സിറാത്തിലൂടെ കടന്നു പോകുന്നതിനെ സംബന്ധിച്ചുള്ള അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ ഒരു സൂചനയാണ്. എന്നാൽ അവിടെ വിശ്വാസികളായ ആളുകൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് എത്തും, നരകത്തിലേക്ക് വീഴാതെ സ്വർഗത്തിലേക്ക് എത്തും. അല്ലാത്ത ആളുകളോ, സ്വർഗത്തിന് അർഹരായ നല്ല മനുഷ്യർ സ്വർഗത്തിലേക്ക് എത്തും, അല്ലാത്തവരോ നരകത്തിലേക്ക് വീഴും. കനാല റബ്ബിക ഹത്മൻ മഖ്ദിയ, അത് അള്ളാഹുവിന്റെ അലംഘനീയമായ വിധിയാണ്. എന്നിട്ട് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹ തന്റെ ഭാര്യയോട് പറയുന്നത്, വമാ അദ്രി, എനിക്കറിയില്ല, അനനാജിം മിൻഹ അംല, എല്ലാവരും നരകത്തിന്റെ അടുത്തെത്തി ആ നരകത്തിൽ നിന്ന് കുറെ ആളുകൾ രക്ഷപ്പെട്ടു പോകുമ്പോ ഞാൻ ആ രക്ഷപ്പെട്ടു പോകുന്നവരിൽ ഉണ്ടാകുമോ അതല്ല രക്ഷപ്പെട്ടു പോകുന്നവരിൽ ഇല്ലാതെ പോകുമോ എന്നതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം കരയുന്നത്. വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത്, ഒരു ശകലം ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടാക്കിയ വലിയ സ്വാധീനത്തെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ തന്നെ ജീവിതത്തിലെ മറ്റൊരു ഭാഗം നമുക്ക് കാണാൻ പറ്റും. ഒരിക്കൽ അദ്ദേഹം പള്ളിയിലേക്ക് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന അബ്ദുല്ലാഹി ഇബ്നു റവാഹ അത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ യഖ്തുബ്, നബി ഇങ്ങനെ ഖുത്ബ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്, എന്തോ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം പള്ളിയിലേക്ക് കയറി വരുന്നത്. ഫസമിഅഹു വഹുവ യഖൂൽ, അപ്പോൾ നബി ആ മിമ്പറിൽ നിന്ന് പറയുന്നത് അദ്ദേഹം കേൾക്കാണ്. എന്താ പറയുന്നത് നബി? ഇജ്ലിസു, പള്ളിയിലെ ആളുകൾ
നിങ്ങൾ ഇരിക്കൂ എന്ന് പറയുന്നത് കേൾക്കണം. അദ്ദേഹം പള്ളിയിലേക്ക് പ്രവേശിച്ചിട്ടില്ല. ഫജലസ മകാനഹു ഖാരിജൽ മസ്ജിദ് ഹത്താ ഫാരിഅ മിൻ ഖുതുബതിഹി. അദ്ദേഹം നബിയുടെ ഇരിക്കൂ എന്ന വാക്ക് എവിടെ വെച്ചാണോ കേട്ടത് അവിടെ ഇരുന്നു. പള്ളിയിലേക്ക് അദ്ദേഹം പ്രവേശിച്ചില്ല. നബി ഖുത്ബ അവസാനിക്കുന്നത് വരെ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അതിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, സാദഖല്ലാഹു ഹിർസ അലാ തവാഇയത്തില്ലാഹി വറസൂലിഹി. അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും അനുസരിക്കുന്നതിൽ അങ്ങ് കാണിച്ച ഹിർസുണ്ടൽ, അതിയായ താല്പര്യം, അല്ലാഹു ആ താല്പര്യം താങ്കൾക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു എന്നാണ്. എന്താണോ നബി പറഞ്ഞത് അതങ്ങനെ അനുസരിക്കുക. എന്താണോ ഖുർആനിലെ ഒരായത്ത്, ഒരു ഭാഗം, ഒരു അധ്യായം, ഒരു വാചകം പഠിപ്പിക്കുന്നത് അത് മനസ്സിലേക്ക് എടുത്തു വെക്കുക. ഇതാണ് സ്വഹാബത്തിന്റെ ജീവിതം, ഇതാണ് സലഫുകളുടെ ജീവിതം. സുഹൃത്തുക്കളെ, നമ്മൾ നമ്മളെ കുറിച്ച് ഒന്ന് ആലോചിക്കുക. എത്ര ആയത്തുകളിലൂടെ നമ്മൾ കടന്നു പോകുന്നു, എത്ര ഹദീസുകളിലൂടെ നമ്മൾ കടന്നു പോകുന്നു, എത്ര ഖുത്ബകൾ എല്ലാ വെള്ളിയാഴ്ചയും ഒരു സംസാരത്തിന് കാതോർക്കുന്നവരാണ് നമ്മൾ. ആയത്തുകൾ പാരായണം ചെയ്ത്, ഹദീസുകൾ ഉദ്ധരിച്ച്, സലഫുകളുടെ മുൻഗാമികളായ സച്ചരിതരുടെ വാക്യങ്ങൾ, ഇബാറത്തുകൾ, ഉദ്ധരണികൾ ഉദ്ധരിച്ചു കൊണ്ടുള്ള ധാരാളം സംസാരങ്ങൾക്ക് നമ്മൾ കാതോർക്കുന്നു. ആ സംസാരം നമ്മെ എവിടെയാണ് സ്വാധീനിച്ചത്? അത്തരം ഉത്ബോധനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റം എന്താണ്? ഇത് നമ്മൾ വളരെ ഗൗരവപൂർവം ചിന്തിക്കേണ്ടതുണ്ട്. നോക്കൂ, നിരന്തരമായി കേൾക്കുകയും കേൾക്കുന്നതിനോട് പുറംതിരിഞ്ഞു നിൽക്കുകയും ചെയ്യുക എന്നത് അതീവ ഗൗരവമുള്ള കാര്യമായിട്ടാണ് വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരായത്തിൽ ഇങ്ങനെ ഉണ്ട് എന്ന് പറയുമ്പോ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണമെന്ന് കേൾക്കുമ്പോ, മരണത്തെ ഓർക്കണമെന്ന് കേൾക്കുമ്പോ, പരലോകം വരാനുണ്ട് അതിനനുസരിച്ച് തയ്യാറാകണമെന്ന് കേൾക്കുമ്പോ, അത് കേൾക്കുന്നതിന് മുമ്പുള്ള അതേ മാനസികാവസ്ഥയും അതേ സാഹചര്യവും അല്ല അതിനുശേഷം ഉണ്ടാകേണ്ടത്. ഞാൻ പറയുന്നത്, വെള്ളിയാഴ്ച ഖുത്ബക്ക് വന്നിരുന്ന് എഴുന്നേറ്റ് പോയാൽ അയാളുടെ വ്യാഴവും വെള്ളിയും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാകണം. വ്യാഴാഴ്ചയിൽ അസ്ർ നമസ്കാരവും വെള്ളിയാഴ്ചയിൽ അസ്ർ നമസ്കാരവും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാകണം. അല്ലാഹുവേ എന്നൊരു ബോധം, മരണമുണ്ടല്ലോ എന്ന ഒരു ചിന്ത, എനിക്കൊന്നുകൂടി മാറ്റം വരുത്തണം എന്നൊരാലോചന അതുണ്ടാകണം. അതല്ല, കേൾക്കുന്നു, എന്തോ പറയുന്നു, പറയാനുള്ളവർക്ക് പറയുന്നു, കേൾക്കാനുള്ളവർ അങ്ങനെ കേൾക്കുന്നു, എന്നിട്ട് എഴുന്നേറ്റ് പോകുന്നു. അത് ജീവിതത്തിൽ ഒരു സ്വാധീനവും ഉണ്ടാക്കുന്നില്ല എങ്കിൽ അത് വളരെ ഗൗരവമുള്ള സംഗതിയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് അൻഫാലിലെ വല്ലാത്തൊരു പ്രയോഗമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അൻഫാലിൽ 22-23 ആയത്തുകൾ. ഇന്ന ശർറദ്ദവാബി ഇൻദല്ലാഹി അസ്സുമ്മുൽ ബുക്കുമുൽ ലദീന ലാ യഖിലൂൻ വലൗ അലിമ അല്ലാഹു ഫീഹിം ഖൈറൻ ലഅസ്മഅഹും വലൗ അസ്മഅഹും ലതവല്ലൗ വഹും മുഅ്രിദൂൻ. ഇന്ന ശർറദ്ദവാബി ഇൻദല്ലാഹ്. ദാബത്ത്, ദവാബ് എന്നൊക്കെ പറഞ്ഞാൽ മൃഗം, ജന്തു എന്നൊക്കെയാണ് അർത്ഥം. വിശുദ്ധ ഖുർആന്റെ പ്രയോഗമാണ്. ഞാനും നിങ്ങളും, നമ്മൾ ഓരോരുത്തരും നമ്മളെ ഒന്ന് വെച്ച് ചിന്തിക്കണം. ഇന്ന ശർറദ്ദവാബി ഇൻദല്ലാഹ്. അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും മോശമായ ജന്തു അതാരാണ്? അസ്സുമ്മുൽ ബുക്കുമുൽ ലദീ ലാ യഖിലൂൻ. അത് അന്ധതയും മൂകതയും നടിക്കുന്ന ആളുകളാണ്. എന്തിനോട്? അള്ളാഹുവിന്റെ ആയത്തുകളോട്, വിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളോട്. ലാ യഖിലൂൻ. അവർ കേട്ടിട്ടൊന്നുമേ ചിന്തിക്കുന്നില്ല. ആയത്തുകൾ കേൾക്കുന്നു, ഉത്ബോധനങ്ങൾ കേൾക്കുന്നു, വാളുകൾ കേൾക്കുന്നു, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കേൾക്കുന്നു, എന്നിട്ടോ ആ ഉത്ബോധനങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കുകയാണ്. ജീവിതത്തിൽ ഒരു സ്വാധീനവും ഉണ്ടാക്കാത്തവനാണ് ശർറുദ്ദവാബ്. വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ച ഏറ്റവും ഗൗരവമുള്ള ഒരു പ്രയോഗമാണത്. ഏറ്റവും മോശമായ ജീവി, ഏറ്റവും മോശമായ മൃഗം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുന്നു. അവർ എന്തെങ്കിലും ഒരു കാര്യം കേട്ടുകഴിഞ്ഞാൽ അതിൽ നിന്ന് തിരിഞ്ഞു നടക്കുന്നു. ആ കേട്ടത് തന്നെ ബാധിക്കുന്നതേയില്ല എന്ന മാനസികാവസ്ഥയോടുകൂടിയാണ് ജീവിക്കുന്നത്. കുഫ്രിനോട് ചേർത്ത് പറഞ്ഞു, കാഫിറുകളുടെ, അവിശ്വാസികളുടെ സ്വഭാവമായി, വിശ്വാസമില്ലാത്തവരുടെ സ്വഭാവമായി സൂറത്ത് അഹ്ഖാഫിലെ 3-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്.
വല്ലദീന കഫറൂ അമ്മാ ഉൻദിറൂ മുഅ്രിദൂൻ. അവിശ്വാസികളാകട്ടെ അവർക്ക് താക്കീത് നൽകപ്പെട്ടതിൽ നിന്ന്, മുന്നറിയിപ്പ് നൽകപ്പെട്ടതിൽ നിന്ന് അവർ തിരിഞ്ഞു കളയുന്നവരാണ്. അവരെ ഓർമ്മപ്പെടുത്തുന്നു, പക്ഷെ ആ ഓർമ്മപ്പെടുത്തുന്നതിനെ മനസ്സറിഞ്ഞ് സ്വീകരിക്കാൻ, ഹൃദയത്തിലേക്ക് എടുത്തു വെക്കാൻ, അതെന്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന മാനസികാവസ്ഥയോടുകൂടി കേൾക്കാൻ ആ അവിശ്വാസികൾ തയ്യാറാവുകയില്ല. കുറച്ചുകൂടി അപകടകരമായ, നമുക്ക് വല്ലാത്ത ബേജാറ് തോന്നുന്ന ഒരു പ്രയോഗം സൂറത്ത് അഅറാഫിലെ 175, 176 ആയത്തുകളിൽ കാണാൻ പറ്റും. എന്താ അല്ലാഹു പറയുന്നറിയോ? വത്ലു അലൈഹിം നബഅല്ലദി ആതൈനാഹു ആയാതിനാ ഫൻസലഖ മിൻഹാ ഫഅത്ബഅഹു الشيطان فكان من الغاوين ولو شئنا لرفعناه بها ولكنه أخلد إلى الأرض واتبع هواه فمثله كمثل الكلب إن تحمل عليه يلهث أو تتركه يلهث ذلك مثل القوم الذين كذبوا بآياتنا. നോക്കൂ സുഹൃത്തുക്കളെ, നമ്മൾ വളരെ എന്താ പറയാ ഗൗരവത്തോടുകൂടി, ആക്ഷേപമല്ല, വിശുദ്ധ ഖുർആനിലെ വാചകം എന്ന നിലക്ക് ഇതിനെ നമ്മൾ മനസ്സറിഞ്ഞ് കേൾക്കണം. അതിനെ എന്താ പറയാ അള്ളാഹുവിന്റെ ഒരു പരാമർശമായി നിങ്ങൾ അതിനെ കേൾക്കണം. എന്താ പറഞ്ഞറിയോ? ചില ആളുകളുടെ ഉദാഹരണം കമസലിൽ കൽബ് എന്നാണ്. കൽബ് എന്ന് പറഞ്ഞാൽ എന്താ? നായ, പട്ടി, ഈ ജീവികൾക്ക് പറയുന്ന പേരാണ് കൽബ്. കൽബിനെ പോലെയാണ്. എന്താണ് കൽബിന്റെ പ്രത്യേകത? ആരെങ്കിലും അതിനെ ഉപദ്രവിച്ചാൽ അത് നാവും തൂക്കിയിട്ട് വായും പിളർന്നിങ്ങനെ ഓടുന്നു. ഉപദ്രവിച്ചില്ലെങ്കിലോ ഇല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. ആരെങ്കിലും അതിനെ ഉപദ്രവിച്ചാലും ഇല്ലെങ്കിലും അതിന്റെ ഒരു ശീലം എന്താ? അത് നാവും തൂക്കിയിട്ട് ഇങ്ങനെ ഓടുക എന്നുള്ളതാണ്. ഞാൻ പറയുന്നത്, അള്ളാഹു പറയാണ് വത്ലു അലൈഹിം നബഅല്ലദി ആതൈനാഹു ആയാതിനാ. നമ്മുടെ ആയത്തുകൾ നൽകപ്പെട്ടവരുടെ ഉദാഹരണം പ്രവാചകരെ അവർക്ക് നിങ്ങൾ ഓതി കേൾപ്പിക്കണം. എന്നിട്ടോ അവരെ സംബന്ധിച്ചിടത്തോളം വലൗ ശിഅനാ ലറഫഅനാഹു ബിഹാ വലാകിന്നഹു അഖ്ലദ ഇലൽ അർദ്. അവർ തങ്ങളുടെ ദുനിയവിയായ ജീവിതത്തെ കുറിച്ച് മാത്രമാണ് ചിന്തിച്ചത്. ആയത്തുകൾ കിട്ടി, മുന്നറിയിപ്പുകൾ കിട്ടി, ഹദീസുകൾ കേട്ടു, ഉത്ബോധനങ്ങൾ ധാരാളമായി കേട്ടു. എന്നിട്ടോ പരലോകത്തെ കുറിച്ചല്ല ചിന്തിച്ചത്, ദുനിയവിയായ ജീവിതത്തെ കുറിച്ച് ചിന്തിച്ചു. അവൻ തന്റെ ഇച്ഛയെ, തന്നിഷ്ടത്തെ പിൻപറ്റി ആയത്തുകൾ മാറ്റിവെച്ച്, ഹദീസുകൾ മാറ്റിവെച്ച് തനിക്ക് തോന്നിയതുപോലെ, തനിക്ക് ആസ്വാദനം ലഭിക്കുന്നതനുസരിച്ചുള്ള ജീവിതം നയിക്കുന്ന ആളുകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാമിൽ പ്രയോഗിച്ച അങ്ങേയറ്റം വളരെ അത്തരം ആളുകളെ ഇകഴ്ത്തിയുള്ള ആ സംസാരം, അതിനേക്കാൾ മോശമായ എന്ത് പ്രയോഗമാണുള്ളത്? അതിനേക്കാൾ അപകടകരമായ, മോശമായ എന്ത് വിശേഷണമാണ് ഒരു മനുഷ്യന് കൊടുക്കുക? കൽബിനെ പോലെ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മുൻഗാമികളുടെ ജീവിതങ്ങൾ എടുത്തു നോക്കി. അവരൊരായത്ത് കേട്ട അതിനെങ്ങനെയാണ് സമീപിച്ചിരുന്നത്? അവരൊരു ഉത്ബോധനം കേട്ടാൽ അതിനെങ്ങനെയാണ് സമീപിച്ചിരുന്നത്? അവരുടെ ഹദീസ് കേട്ടാൽ അതിനെങ്ങനെയാണ് സമീപിച്ചിരുന്നത്? ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും, അല്ലേ? പിന്നെ യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. നബിയുടെ ശബ്ദത്തേക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയരാൻ പാടില്ല എന്ന ഒരൊറ്റ ആയത്ത് കേട്ടിട്ടാണ് ഖൈസ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിൽ കരഞ്ഞിരുന്നത്. എന്താ കാരണം? ഖൈസ് റളിയല്ലാഹുവിന്റെ ശബ്ദം വളരെ വലിയ ശബ്ദമാണ്. എന്തെങ്കിലും ആളുകളോട് അനൗൺസ് ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈസ് റളിയല്ലാഹുവിനോട് പറയാറുണ്ടായിരുന്നു, നബിയുടെ ശബ്ദത്തേക്കാൾ ശബ്ദം ഉയരാൻ പാടില്ലെന്നാണ് ഖുർആൻ പറഞ്ഞത്. ഞാൻ നബിയുടെ ശബ്ദത്തേക്കാൾ ശബ്ദം ഉയർത്താറുണ്ടല്ലോ എന്ന് പറഞ്ഞ ആയത്ത് കേട്ട് കരയുകയാണ്. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. ആയത്ത് ഒരുപക്ഷെ ആയത്തിറങ്ങിയ അത് സ്വഹാബിമാരിൽ ഉണ്ടാക്കിയ സ്വാധീനം ഇവിടെ ഇരിക്കുന്ന മിക്ക ആളുകൾക്കും അറിയുമായിരിക്കും. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഏറ്റവും നല്ല പുണ്യം കരസ്ഥമാക്കുക. തനിക്ക് വേണ്ടാത്തത് കൊടുക്കുമ്പോഴല്ല, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊടുക്കണം. അപ്പോൾ ആ ഒരായത്തുണ്ടാക്കിയ വിപ്ലവം, തന്റെ അടിമകളെ അല്ലാഹുവിന്റെ മാർഗത്തിൽ നൽകിയവർ, തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുതിരയെ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് സംഭാവന ചെയ്തവർ, മസ്ജിദുൽ നബവിയുടെ ചാരത്തുണ്ടായിരുന്ന മദീനയിലെ മനോഹരമായ ബീറുഹ എന്ന് പറയുന്ന ഈത്തപ്പനത്തോട്ടം അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് നൽകിയ അബൂ തൽഹ റളിയല്ലാഹു അൻഹു,
ഒരായത്തിറങ്ങുമ്പോ അതിനനുസരിച്ച് ജീവിതം മാറുകയാണ്. സ്വഹാബ കിറാമിനെ കുറിച്ച് പറയുന്നത് കാണാൻ കഴിയും. അവരുടെ മാതൃക എന്താണെന്നറിയാം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, കാന റജുലു മിന്നാ, ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഇദാ തഅല്ലമ അശ്റ ആയാത്തിൻ, ഒരു 10 ആയത്തുകൾ പഠിച്ചാൽ ലം യതജാവസ്ഹുന്ന ഹത്താ യഅരിഫ മആനിഹിന്ന വൽ അമല ബിഹിന്ന, ഞങ്ങൾ ആ ആയത്തിന്റെ ആശയം മനസ്സിലാക്കി അത് അമല് ചെയ്തിട്ടല്ലാതെ, ആയത്തിൽ പറയുന്ന കാര്യം ജീവിതത്തിൽ പകർത്തിയിട്ടല്ലാതെ അടുത്ത 10 ആയത്തിലേക്ക് ഞങ്ങൾ പോകില്ല. ഒരു 10 ആയത്ത് പഠിച്ചാൽ അത് ജീവിതത്തിൽ പകർത്തിയിട്ടാണ് അടുത്തതിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത 10 ആയത്ത് കുറെ കാലം കഴിഞ്ഞിട്ടാണ്. അല്ല, ഒരായത്ത് കിട്ടിയാൽ അത് വേഗം ജീവിതത്തിലേക്ക് എടുത്തു വെക്കും. അതുകൊണ്ട് അമല് ചെയ്യും, അത് ജീവിതത്തിൽ പകർത്തും. ഞാൻ പറയുന്ന സുഹൃത്തുക്കളെ, ആ നിലക്കുള്ള ഒരു സമീപനത്തിന് നമുക്ക് കഴിയുന്നുണ്ടോ എന്നാണ്. നമ്മൾ കേൾക്കുന്ന പ്രസംഗങ്ങൾ, നമ്മൾ കേൾക്കുന്ന ക്ലാസുകൾ, നമ്മൾ കേൾക്കുന്ന ഖുർആൻ ക്ലാസുകൾ, നമ്മൾ കേൾക്കുന്ന ഖുത്ബകൾ, അല്ലേ, എന്തെല്ലാം തരത്തിൽ നമുക്ക് ചുറ്റും സംഭവിക്കുന്ന ധാരാളം ദൃഷ്ടാന്തങ്ങൾ, ആയാത്തുകൾ, അല്ലാഹുവിന്റെ മുന്നറിയിപ്പുകൾ, ഇൻദാറുകൾ. എന്താ മുന്നറിയിപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രസംഗമാകണമെന്നില്ല. തൊട്ടടുത്ത കുടുംബത്തിലെ ഒരാളുടെ മരണം ഒരു മുന്നറിയിപ്പാണ്. നിനക്കും ഒരു മരണം വരാനുണ്ട്, നാളെ നീയും ഈ മയ്യത്ത് കട്ടിലിൽ കിടക്കും, നിന്നെയും ആളുകൾ ചുമന്നുകൊണ്ടുപോകും. എല്ലായിടത്തും ഒരു നദീർ വരും. ഞങ്ങൾക്കും ഒരു മുന്നറിയിപ്പുകാരൻ വന്നിരുന്നു, പക്ഷെ ഞങ്ങൾ ആ മുന്നറിയിപ്പുകാരനെ നിഷേധിച്ചു തള്ളി. ആ മുന്നറിയിപ്പിന് ഞങ്ങളൊന്ന് കാതു കൊടുത്തിരുന്നുവെങ്കിൽ, ആ പറഞ്ഞിരുന്ന കാര്യങ്ങളെ കുറിച്ച് ഞങ്ങളൊന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും ഞങ്ങൾ ഈ നരകത്തിന്റെ ആളുകളാകുമായിരുന്നില്ലല്ലോ. നരകത്തിലേക്ക് ആളുകൾ എങ്ങനെ ഇടുമ്പോ അതിന്റെ കാവൽക്കാരായ ആളുകൾ ചോദിക്കാണ്, നരകത്തിന്റെ പിന്നെ കുടുംബീകരത അതിങ്ങനെ ആളുകൾ കൺമുന്നിൽ കാണാം. എന്നിട്ട് അതിലേക്ക് നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ ആളുകൾ ഇടുകയാണ്. അപ്പൊ ചോദിക്കണം, നദീർ, ഒരു മുന്നറിയിപ്പുകാരൻ നിങ്ങൾക്ക് വന്നിരുന്നില്ലേ? അപ്പൊ പറയാണ്, ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ, മുന്നറിയിപ്പുകാരൻ വന്നിരുന്നു, കേട്ടു ഞങ്ങൾ കുറെ, പക്ഷെ ജീവിതത്തിലേക്ക് എടുത്തു വെച്ചില്ല, അതിനോട് പുറംതിരിഞ്ഞു നിന്നു. അത് ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ പുറത്തേക്ക് വിട്ടു. കേട്ടതൊന്നും തൊണ്ട വിട്ട് താഴേക്ക് ഇറങ്ങിയില്ല, മനസ്സിലൊരു സ്വാധീനവും ഉണ്ടാക്കിയില്ല. അല്ലെ, എന്താ നദീർ? പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്, അടുത്തവരുടെ മരണങ്ങൾ ഒരു നദീറാണ്, ഒരു താക്കീതാണ്. അറിയോ, ഒരു തലനാരിയുടെ നിര വീഴുന്നത് ഒരു നദീറാണെന്നാണ്. ജീവിതം അവസാനിക്കാറായി, വാർദ്ധക്യത്തിന്റെ അവശതകൾ ജീവിതത്തെ ഇങ്ങനെ ബാധിച്ചു തുടങ്ങുമ്പോ, തലമുടികൾ നരച്ചു തുടങ്ങുമ്പോ, താടി രോമങ്ങളിൽ നിറം മാറുമ്പോ അതൊരു നദീറാണ്, ഒരു മുന്നറിയിപ്പാണ്. നിന്റെ ജീവിതത അവസാനിക്കാൻ പോകട്ടോ, ശരിയായിക്കോ, ജീവിതം മാറ്റിക്കോ, ഈമാൻ കൂട്ടിക്കോ, തക്കോ വർദ്ധിപ്പിച്ചോ, ജീവിതത്തിൽ മാറ്റം ഉണ്ടാകണം. സുഹൃത്തുക്കളെ, ജീവിതത്തിൽ മാറ്റമുണ്ടാക്കണം. നോക്കി, നിങ്ങൾ നരകത്തിലേക്ക് നോക്കിയിട്ട് സ്വർഗത്തിലെ ആളുകൾ ഇങ്ങനെ സംസാരിക്കുന്നത് സൂറത്തുൽ മുദ്ദസ്സിറിലൂടെ അല്ലാഹു സുദീർഘമായ 40 മുതൽ 51 വരെയുള്ള സുദീർഘമായ 11 ആയത്തുകളിലൂടെ അല്ലാഹു നമുക്കിങ്ങനെ പഠിപ്പിച്ചുതരാം. സ്വർഗത്തിൽ കടന്ന് സ്വർഗാവകാശികൾ ഇങ്ങനെ സംസാരിക്കാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുക. ആരോടാ ചോദിക്കുന്നത്? നരകത്തിലെ ആളുകളോട് ചോദിക്കാണ്. അനിൽ മുജ്രിമീൻ, ആ നരകത്തിലെ കുറ്റവാളികളെ കുറിച്ച്. ഈ സഖർ എന്ന് പറയുന്ന കഠിനകഠോരമായ നരകാഗ്നിയിൽ കടക്കാൻ എന്താണ് കാരണമായത്? കാലു, അവർ പറയും, ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കാറുണ്ടായിരുന്നില്ല. വലം നകു നുത്ഇമുൽ മിസ്കീൻ, ഞങ്ങൾ പാവങ്ങളെ പരിഗണിക്കാറുണ്ടായിരുന്നില്ല, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇങ്ങനെ ഒഴുക്കിനനുസരിച്ച് ഒഴുകുന്നവരായിരുന്നു. അല്ലേ, സിനിമയുണ്ടാക്കുന്ന ഒരു പുതിയ ട്രെൻഡുകൾ, വെബ് സീരീസുകൾ ഉണ്ടാക്കുന്ന പുതിയ ട്രെൻഡുകൾ, കായിക താരങ്ങൾ ഉണ്ടാക്കുന്ന സിനിമ സ്ക്രീനുകളിൽ താരങ്ങൾ ഉണ്ടാക്കുന്ന പുതിയ ട്രെൻഡുകൾ, ഏതൊക്കെയോ നായികമാരുടെയും നായകന്മാരുടെയും വഴിയനുസരിച്ച് സഞ്ചരിച്ചു. നാട്ടിലെ സ്കൂളിൽ എല്ലാ കുട്ടികളും ഇങ്ങനെ ഇരുന്നു, അപ്പൊ ഞാൻ ഓരെ കൂടെ പോലെയായി. കോളേജിലെ എല്ലാ ആളുകളും ഇങ്ങനെ ഇരുന്നു, ഞാൻ അവരെ പോലെ ജീവിച്ചു. നാട്ടിലെ യുവാക്കൾ എല്ലാവരും
അങ്ങനെയായിരുന്നു. നാട്ടിലെ ബിസിനസ്സുകാരെല്ലാവരുടെയും ജീവിതശൈലി ഇങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് ഞാനും അവരെ കൂടെ പോയി, കൂടെ കൂടിയായി. വിശ്വാസത്തിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കാതെ ഒഴുക്കിനനുസരിച്ച് ഒഴുകുന്നവനായിരുന്നു ഞാൻ. ഞാൻ പരലോകത്തെ മറന്നു ജീവിച്ചു. എന്നിട്ടോ പറയാണ്, എന്താണ് അവരുടെ പ്രത്യേകത? നിങ്ങൾക്ക് എന്തു പറ്റി? ആളുകളെ കുറിച്ച് അത് ചോദിക്കാണ്. നിങ്ങൾക്ക് എന്തു പറ്റി? നിങ്ങൾ ഉത്ബോധനങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കുകയാണ്. നന്നാവണമെന്ന് കേൾക്കുന്നുണ്ട്, മരണം വരുമെന്ന് കേൾക്കുന്നുണ്ട്, നിസ്കാരം ശരിയാക്കണമെന്ന് കേൾക്കുന്നുണ്ട്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് കേൾക്കുന്നുണ്ട്, ദീനി സേവന രംഗത്ത് ഉണ്ടാകണമെന്ന് കേൾക്കുന്നുണ്ട്, പള്ളിയിലെത്തണമെന്ന് കേൾക്കുന്നുണ്ട്. അവർക്ക് എന്തു പറ്റി? അവരതാ ഉത്ബോധനങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയാണ്. ഏതുപോലെയാണ് ഒരു സിംഹത്തെ ഭയന്നുകൊണ്ട് വിറളി പിടിച്ചോടുന്ന കഴുതകളെ പോലെ അവർ ഉത്ബോധനങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ പദപ്രയോഗമാണ്. നിങ്ങൾ നോക്കൂ, 3 ഗൗരവമുള്ള പ്രയോഗങ്ങൾ നമ്മൾ ഇവിടെ കേട്ടു. ഒന്ന്, ഏറ്റവും നികൃഷ്ടമായ ജീവി എന്ന പ്രയോഗം. 2, മസലുൽ കൽബ്, കൽബിനെ പോലെ എന്ന് ഇവിടെ ഏതാ പറയുന്നത്? ഏതുപോലെയാണ്? പിന്നെ വിറളി പിടിച്ച കഴുതകളെ പോലെ. വിശുദ്ധ ഖുർആന്റെ പ്രയോഗമാണ് സുഹൃത്തുക്കളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെ കുറിച്ചാണ് ഇത്രയും അപകടകരമായ, ഇത്രയും നിന്ദ്യമായ വാക്കുകൾ പ്രയോഗിച്ചത്? ആയത്തുകൾ കേൾക്കുമ്പോ, ഹദീസുകൾ കേൾക്കുമ്പോ മനസ്സിലൊരു സ്വാധീനവും ഉണ്ടാക്കാത്തവരെ കുറിച്ച്, ഉത്ബോധനങ്ങൾ കേൾക്കുമ്പോ അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ കഴിയാത്തവരെ കുറിച്ച് എന്നും കേൾക്കുന്നു. പക്ഷേ ജീവിതം ഒരു മാറ്റവുമില്ലാതെ തുടരുന്നു എന്ന് പറയുന്ന ആ ഒരവസ്ഥ ഒരിക്കലും സഹോദരങ്ങളെ നമുക്കുണ്ടാകാൻ പാടില്ല. നമ്മൾ നിരന്തരമായി കേൾക്കാൻ അവസരങ്ങൾ ഉണ്ടാക്കണം, നിരന്തരമായി ദീന് കേൾക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം. ഖുർആൻ ക്ലാസുകളിൽ നമ്മുടെ സാന്നിധ്യം ഉണ്ടാകണം. ക്ലാസുകൾ എല്ലാ ഞായറാഴ്ച നടക്കുന്നുണ്ട്, നമ്മുടെ സാന്നിധ്യം ഉണ്ടാകണം. വൈജ്ഞാനിക സദസ്സുകളിൽ നമ്മുടെ സാന്നിധ്യം ഉണ്ടാകണം. നമ്മുടെ ഫോണിൽ ആയിരക്കണക്കിന്, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന് ലോകത്ത് അറിയപ്പെട്ട മലയാളി പണ്ഡിതന്മാരുടെ ദുറൂസുകളുണ്ട്, ക്ലാസുകളുണ്ട്. നമ്മൾ കേൾക്കണം, നമ്മൾ കേൾക്കുന്നവരാകണം, നമ്മൾ പഠിക്കുന്നവരാകണം. കേൾക്കുന്നതനുസരിച്ച്, പഠിക്കുന്നതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കണം. ഒരായത്ത് കേട്ടാൽ അത് മനസ്സിലേക്ക് എടുത്തു വെക്കാൻ നമ്മൾ പരിശ്രമിക്കണം. ഒരു ഹദീസ് കേട്ടാൽ അത് മനസ്സിലേക്ക് എടുത്തു വെക്കാൻ നമ്മൾ പരിശ്രമിക്കണം. നിങ്ങൾ നോക്കി, മുനാഫിക്കുകളെ കുറിച്ച് നിഫാഖോടുകൂടി മുനാഫിക്കീങ്ങളായി പരലോകത്ത് അള്ളാന്റെ കോടതിയിൽ വരുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളെ കുറിച്ച് പറയാണ്. ആരാണ് അവരെന്നറിയാമോ? അവരെന്നറിയാമോ? ഫലമ്മ ആതാഹും മിൻ ഫളിഹി ബഖലൂ ബിഹി വതവല്ലൗ വഹും മുഅരിദൂൻ. എന്താ? അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ അവർക്ക് കൊടുത്താൽ അവർ പിന്തിരിഞ്ഞു കളയുന്ന, ദീനിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്നതാണ്. ഫഅഖബഹും നിഫാഖൻ ഫീ ഖുലൂബിഹിം ഇലാ യൗമി യൽഖൗൻ. അവർ അല്ലാഹുവിനെ കണ്ടെത്തുന്നത് വരെ അവരുടെ മനസ്സുകളിൽ നിഫാഖാണ് നമ്മൾ ഇട്ടുകൊടുക്കുക. എന്നിട്ടോ അല്ലാഹുവിനെ പരലോകത്ത് മുനാഫിക്കുകളായി കണ്ടെത്തുന്ന, അവർ പുനർജീവിപ്പിക്കപ്പെടുന്നതാണ്. നമ്മൾ കേൾക്കുന്നു, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ മാറ്റമില്ല. നമ്മൾ വീണ്ടും നമ്മുടെ പഴയ ജീവിതം തുടരുന്നു, തെറ്റുകളിൽ അഭിരമിക്കുന്നു, നിർബന്ധ നന്മകളിൽ വീഴ്ച വരുത്തുന്നു. പിന്നെയും പിന്നെയും മുന്നറിയിപ്പുകൾ ഒരുപാട് കേട്ടിട്ടും അതേ ജീവിതമാണ് നമ്മൾ തുടരുന്നതെങ്കിൽ പിന്നെ സുഹൃത്തുക്കളെ, നമുക്കൊരിക്കലും തിരിച്ചു നടക്കാൻ കഴിയാത്ത വിധം വലിയ അപകടാവസ്ഥയിലേക്ക് നമ്മൾ പോകും. നമ്മുടെ മനസ്സുകൾ, നമ്മുടെ ചെവികളിൽ അല്ലാഹു ഒരു മൂടി വെക്കുന്നതാണ്. നമ്മുടെ ഹൃദയങ്ങളിൽ അല്ലാഹു മൂടി വെക്കുന്നതാണ്. പിന്നെ നമുക്ക് കേൾക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവില്ല. നമ്മളിങ്ങനെ വിചാരിക്കും, എല്ലാത്തിൽ നിന്നും രക്ഷപ്പെട്ട് ഞാൻ സുഖമായി ജീവിക്കാൻ, എനിക്ക് ഖുർആൻ ക്ലാസ് പോണ്ട, എനിക്ക് വിജ്ഞാനവേദി പോണ്ട, എനിക്ക് ഹുത്തുബ കേൾക്കണ്ട, എനിക്ക് തോന്നുമ്പോ പള്ളി പോയാൽ മതി, അല്ലെ? നമ്മൾ രക്ഷപ്പെട്ട് കിടക്കുന്ന അല്ല, പടച്ചോന്റെ ഒരു വലിയ ശിക്ഷക്ക് നമ്മൾ വിധേയരാവുകയാണ്. മരണത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഉത്ബോധനം കേൾക്കാൻ പോലുമുള്ള തൗഫീഖ് നമുക്ക് നഷ്ടപ്പെട്ടുകയാണ്. എന്താ കാരണം? കേൾക്കുന്നതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കാത്തത് കൊണ്ട്, കേൾക്കുന്നതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കാത്തതുകൊണ്ട് ഞാൻ എല്ലാറ്റിനും ഊരി സർവതന്ത്ര സ്വതന്ത്രനായി ഇങ്ങനെ നടക്കുകയാണ്.
നമ്മൾ വിചാരിക്കും, അതൊരു സൗകര്യമാണ് വിചാരിക്കും. പള്ളി കമ്മിറ്റിയിൽ നമുക്ക് റോഡില്ല, മദ്രസ കമ്മിറ്റിയിൽ നമ്മൾ ഇടപെടണ്ട, ദീനീ രംഗത്ത് നമുക്ക് ഒരു ഉത്തരവാദിത്വമില്ല, ഒരു ഉത്തരവാദിത്വം നമുക്ക് നിർവഹിക്കാനില്ല. ഇത് രക്ഷപ്പെടലല്ല, ഇത് ഭാഗ്യമല്ല, ഇത് ഏറ്റവും വലിയ ദൗർഭാഗ്യമാണ്. ഒരു നന്മ ചെയ്യാൻ ഒരു 10 റുപ്യ അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാൻ പോലുള്ള തൗഫീഖ് നഷ്ടപ്പെട്ടവൻ ഏറ്റവും വലിയ ദൗർഭാഗ്യവാനാണ് അവൻ. അല്ലാഹുവിന്റെ മാർഗത്തിൽ ദീനിനു വേണ്ടി, റബ്ബിന്റെ ഭവനങ്ങൾക്ക് വേണ്ടി ഒരു വിരലെടുക്കാൻ പോലും അവസരമില്ലെങ്കിൽ അവനേക്കാൾ ദൗർഭാഗ്യവാൻ ആരുമില്ല. ഒന്നും കേൾക്കാൻ കഴിയില്ല, ഒന്നും കേൾക്കാൻ കഴിയില്ല. ഖുർആൻ വാചകം നോക്കി നിങ്ങൾ, വമൻ അളമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി ഫഅറള അൻഹാ. അല്ലാഹുവിന്റെ ആയത്തുകളെ കൊണ്ട് ഉത്ബോധനം കൊടുത്തിട്ട് അതിൽ നിന്ന് പിന്തിരിഞ്ഞു മാറുന്ന ആളെക്കാൾ വലിയ അക്രമി ആരാണുള്ളത്? അല്ലാഹു പറയാണ്, വനസിയ മാ ഖദ്ദമത് യദാ. അവൻ ചെയ്തു വെച്ച അക്രമങ്ങളെല്ലാം മറന്നുപോയിക്കൊണ്ട് ഇന്നാ ജഅൽനാ അലാ ഖുലൂബിഹിം മകിന്ന, അവരുടെ ഹൃദയങ്ങൾക്കുമേൽ നാം ഒരു മൂടി വെക്കും. പിന്നെ എത്ര വലിയ ആഴത്തിലുള്ള ഭയപ്പെടുത്തുന്ന നരകത്തിന്റെ തീവ്രമായ ശിക്ഷകളെ കുറിച്ച് പറഞ്ഞാലും അത് ഉള്ളിലേക്ക് കയറൂല, അത് മനസ്സിലേക്ക് കയറൂല. ഹൃദയം കടുത്തുപോയിട്ടുണ്ടാവും, ഹൃദയം കടുത്തുപോയിട്ടുണ്ടാവും. അല്ലാഹു പറയാണ്, അവരുടെ കാതുകൾക്ക് നാം മൂടിയിടും. അവരെത്ര നല്ല വഴിയിലേക്ക് ക്ഷണിക്കപ്പെട്ടാലും ഒരിക്കലും അവർക്ക് ആ വഴിയിലേക്ക് എത്തിപ്പെടാൻ കഴിയുകയില്ല. വേറെ ഭാഗത്ത് പറയണ്ടേ, അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോകും, ഹൃദയങ്ങൾ കടുത്തുപോകും. സുഹൃത്തുക്കളെ, മരണത്തിന് മുമ്പ് ഒരിക്കലും ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ കഴിയാത്ത ഒരു ജീവിത സാഹചര്യമാണ് നമുക്കുണ്ടാകുക. ഒരിക്കലും ഒരു ഈമാനോടുകൂടി, തഖ്വയോടുകൂടി ജീവിക്കാൻ നമുക്ക് കഴിയില്ല. അല്ലാഹുവിന്റെ ആയത്തുകൾ കേൾക്കുമ്പോ അതനുസരിച്ച് എനിക്കൊന്ന് മാറണമല്ലോ റബ്ബേ എന്ന ചിന്ത നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അല്ലാഹു അങ്ങനെയുള്ളവരിൽ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ സമയത്തിലും സന്ദർഭത്തിലും പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അവൻ്റെ സജ്ജനങ്ങളിൽ, മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പള്ളിയിലേക്കുള്ള പള്ളി പരിപാലന ഫണ്ടിലേക്കുള്ള കളക്ഷനാണ് ഇന്നത്തെ സാമ്പത്തിക സമാഹരണം. എല്ലാവരും മനസ്സറിഞ്ഞ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹിൻ്റെ പ്രീതി പ്രതീക്ഷിച്ചുകൊണ്ട് ദാനധർമ്മങ്ങൾ നിർവഹിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, അൽഹംദുലില്ലാഹ്, നമ്മുടെ ഈ പള്ളിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വിശാലമായിരിക്കാനും കുറേ ആളുകൾക്ക് നമസ്കരിക്കാനൊക്കെ സൗകര്യമുണ്ട്. അതേപോലെ തന്നെ വാഹനങ്ങൾ കുറേ ആളുകൾക്ക് പാർക്ക് ചെയ്യാൻ അവിടെ സൗകര്യമുണ്ട്. പുറത്ത് മറ്റേതോ വ്യക്തിയുടേതാണ് അവിടെയും സൗകര്യമുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നിട്ട് നമ്മൾ നമ്മുടെ ഒരു വ്യക്തിപരമായ സൗകര്യത്തിന് വേണ്ടി പലപ്പോഴും വാഹനങ്ങൾ ഇങ്ങനെ വഴികളിലും ആളുകളുടെ വീടുകളുടെ മുമ്പിലൊക്കെ പാർക്ക് ചെയ്യുന്നത് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മൾ എവിടെ വണ്ടി വെക്കുന്നത്, വാഹനം വെക്കുന്നത്, അത് വേറൊരാൾക്ക് പിന്നെ പ്രയാസകരമാകുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. എന്തായിരുന്നാലും ധാരാളം ആളുകളുടെ ഒക്കെ സഹകരണം കൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ഒക്കെ ഇവിടെ വന്ന് നിസ്കാരം ഇതൊക്കെ നിർവഹിച്ച് പോകാൻ സാധിക്കുന്നത്. അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പറഞ്ഞു വന്നത്, നമുക്ക് ഒരായത്ത് കേട്ടാൽ, ഒരു ക്ലാസ് കേട്ടാൽ, ഒരു മരണം കണ്ടാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവണം. അതൊരു വിശ്വാസിയുടെ രീതിയാണ്. ഒരു ഉത്ബോധനം കേട്ടാൽ അതിനനുസരിച്ച് മനസ്സ് മാറുക എന്നുള്ളത് ഒരു നല്ല വിശ്വാസിയുടെ ഗുണമാണ്. നോക്കൂ, നിങ്ങൾ ഇപ്പോൾ പിന്നെ സൂറത്തു അഅലയിലെ വാക്കുകൾ, ഫദക്കിർ ഫഇൻ നഫഅതി ദിക്റ സയദക്കറു മൻ യഖ്ശ. ഫദക്കിർ, പ്രവാചകരെ, അവർക്ക് നിങ്ങൾ ഉത്ബോധനം നൽകുക, ഉപദേശങ്ങൾ കൊടുക്കുക. ഇൻ നഫഅതി ദിക്റ, ഉപദേശം അവർക്ക് ഉപകാരപ്പെടുമെങ്കിൽ. സയദക്കറു മൻ യഖ്ശ, അല്ലാഹനെ പേടിക്കണോൻ അത് ഉപകാരപ്പെടും, അവൻ ആ ഉത്ബോധനം സ്വീകരിക്കും. വയതജന്നബുഹൽ അഷ്ഖ,
ഉത്ബോധനത്തിൽ നിന്ന് അകന്നു പോകുകാരാണ് ഏറ്റവും ദൗർഭാഗ്യവാനാണ് ആ ഉത്ബോധനത്തിൽ നിന്ന് അകന്നു പോവുക. അല്ലദീ യസ്ലന്നാറൽ കുബ്ര, അവൻ ആ വലിയ നരകാഗ്നിയിൽ കത്തിയെരിയും. നമ്മളെപ്പോഴും കേൾക്കാറുള്ള ആയത്തുകളാണ്. പ്രവാചകരെ, നിങ്ങൾ ഉത്ബോധനം നൽകുക. ഉത്ബോധനം വിശ്വാസികൾക്ക് പ്രയോജനപ്പെടും. നമ്മളൊരു വിശ്വാസിയാണെങ്കിൽ ഒരു ഖുത്ബ കേട്ടാൽ, ഒരു ക്ലാസ് കേട്ടാൽ, ഒരു ഖുർആൻ ക്ലാസ്സിലിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടാവും. ആ മാറ്റത്തിന് ഒരുപക്ഷെ നമുക്ക് നമ്മുടെ ചുറ്റുപാടും ശരിയായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ ഒരു വീട്ടിലൊരു വ്യക്തി മാത്രം മാറുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. കാരണം തൻ്റെ കുടുംബം, തൻ്റെ ഇണ, തൻ്റെ മക്കൾ, ജീവിച്ചു വന്ന സാഹചര്യം, ഇതൊക്കെ വേറെ ദിശയിലാണ് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് അത്തരം ഒരു മാറ്റത്തിൽ നിലനിന്നാൽ പതുക്കെ 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 എല്ലാം ശരിയായി വരും. എല്ലാം നമ്മുടെ കൂടെ നിൽക്കും, നമ്മുടെ ചുറ്റുപാടും അതനുസരിച്ച് നമ്മുടെ മാറ്റത്തിന്റെ സുഗന്ധത്തിനനുസരിച്ച് ചുറ്റും ആ മണം സ്വീകരിച്ചെടുത്ത് എല്ലാം സുഗന്ധമുള്ളതായി തീരും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ പുറംതിരിഞ്ഞ് നിൽക്കുന്നവരായി തീരരുത്. നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ കേട്ടവർ, നമ്മൾ ഒരുപാട് ഖുത്ബകൾ കേട്ടവരാണ്. അതൊക്കെ അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം. അതല്ല നമ്മൾ പുറംതിരിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ഒരു സന്മാർഗം വ്യക്തമായതിനു ശേഷവും, സത്യം ഇതാണെന്ന് വ്യക്തമായതിനു ശേഷവും, നേരായ വഴി ഇതാണെന്ന് ബോധ്യമായതിനു ശേഷവും അള്ളാഹുവിന്റെ പ്രവാചകനോട് എതിരാവുകയാണെങ്കിൽ, വിശ്വാസികളുടേതല്ലാത്ത വഴി സ്വീകരിക്കുകയാണെങ്കിൽ, അവൻ തിരിഞ്ഞിടത്തേക്ക് അവനെ നാം തിരിച്ചുവിടും. അവനെ നാം നരകത്തിലിട്ട് കരിച്ചു കളയും. അതെത്ര മോശമായ സങ്കേതമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ജീവിതം മാറ്റിയെടുക്കുക. ഓരോ വെള്ളിയാഴ്ച കഴിയുമ്പോഴും ഒരു മാറ്റം ഉണ്ടാകണം, ഒരു തിന്മ അവസാനിക്കണം, ഒരു പുതിയ നന്മക്ക് തുടക്കം കുറിക്കണം. കാരണം മരണമുണ്ട്, അതിനപ്പുറം ഒരു ജീവിതമുണ്ട്. മരണത്തോടുകൂടി അവസാനിക്കുന്നതല്ല. നമുക്ക് ആസ്വാദനം നൽകുന്നത്, നമ്മൾ ആരെയാണോ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നത്, ഭാര്യയുടെ ഇഷ്ടം നോക്കിയാണോ, മക്കളുടെ ഇഷ്ടം നോക്കിയാണോ, സഹപ്രവർത്തകരുടെ പ്രീതി നോക്കിയാണോ, കൂട്ടുകാരുടെ ഇഷ്ടം നോക്കിയാണോ, നമ്മൾ എന്ത് നോക്കിയാണ് തിന്മയും നന്മയും വേർതിരിച്ചു മനസ്സിലായിട്ടും ഒരു നല്ല വഴി സ്വീകരിക്കാൻ മടി കാണിക്കുന്നത്? അവരാരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. ഖബറിൽ നമ്മൾ ഒറ്റക്കാണ്, പരലോകത്ത് നമ്മൾ ഒറ്റക്കാണ്. വിചാരണക്ക് അള്ളാഹുവിന്റെ കോടതിയിൽ റബ്ബിന്റെ മുന്നിൽ നമ്മൾ നിൽക്കുന്നത് ഒറ്റക്കാണ്. അവിടെ വിജയിക്കാൻ കഴിയണം, അവിടെ സന്തോഷിക്കാൻ കഴിയണം, അവിടെ ആഘോഷിക്കാൻ കഴിയണം, അവിടെ ആർമാദിക്കാൻ കഴിയണം. അതാണ് ഒരു മനുഷ്യ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത്. അല്ലാഹു അങ്ങനെയുള്ളവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്. അല്ലാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കി കൊടുക്കുകയും രോഗങ്ങൾക്ക് ശമനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട ജീവിച്ചിരിക്കുന്ന, നമ്മുടെ പ്രായാധിക്യത്തിൽ എത്തിച്ചത് നമ്മുടെ മാതാപിതാക്കൾ, അള്ളാഹു എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും അള്ളാഹുവിൻ്റെ വിശാലമായ കാരുണ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നമ്മുടെ സ്നേഹനിധികളായ മാതാപിതാക്കൾ, ആദർശ ബന്ധുക്കൾ, കുടുംബ ബന്ധുക്കൾ, അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെ എല്ലാവരെയും റബ്ബിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവൻ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وادخلنا الجنة يا رب العالمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم صل على محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.